ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബീച്ച് ആശുപത്രിയിലെ പീഡന കേസിലെ പ്രതികൾക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ബേപ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും മരുന്നുമില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. ദേശീയപാതയിൽ പയ്യോളി ഭാഗത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട്ട് എൻ കൃഷ്ണൻ നായർക്ക്. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ബീച്ച് ആശുപത്രിയിലെ പീഡന കേസിലെ പ്രതികൾക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഡിസിസി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ബീച്ച് ജനറൽ ആശുപത്രിയിൽ നടന്ന പീഡന കേസിലെ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്തുകളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീച്ച് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് പി കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ്, NSU ദേശീയ സെക്രട്ടറി KM അഭിജിത്ത്, ബാബുരാജ്, ജോയ് പ്രസാദ് പുളിക്കൽ, സുദേവ് കുമാർ, വിൽഫ്രഡ് രാജ്, മജീദ് വെള്ളയിൽ എന്നിവരും സംസാരിച്ചു. പിണറായിന്റെ പോലീസിന് രണ്ട് സ്വഭാവമാണുള്ളത്. അവർക്ക് ബന്ധമുള്ള ആളുകൾ കുറ്റം ചെയ്താൽ അവിടെ നിയമ നടപടികൾക്ക് കാലതാമസം നേരിടുകയാണ്. അവർക്ക് കണ്ണിൽ ഇഷ്ടമില്ലാത്ത ആളുകൾ കുറ്റം ചെയ്താൽ നിയമ നടപടികൾ എത്രയും വേഗം നടപ്പിലാക്കും. ഇത് രണ്ടും നാം കാണുന്നതാണ്. ഇവിടെ നടന്നത് അവർക്ക് താല്പര്യമുള്ള ഫിസിയോതെറാപ്പിസ്റ്റാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ ഒളിവിൽ പോകുന്നതിനും അറസ്റ്റ് താമസിപ്പിക്കുന്നതിനുമുള്ള ഒരു നിലപാട് കേരള ഗവൺമെന്റും കേരള പോലീസും സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ബേപ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും മരുന്നും ഇല്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ബേപ്പൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഉച്ചയ്ക്ക് ശേഷം OP ഇല്ലാത്തതിലും ആവശ്യത്തിന് മരുന്നില്ലാത്തതിലും നഴ്സുമാരെയും ഡോക്ടർമാരെയും നിയമിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത്. ഒരു രോഗി വന്ന ഒരു എമർജൻസി കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യൂടെ? ഇപ്പൊ ഇത്രയും പനിയും കാര്യങ്ങളൊക്കെ പടരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ 2 മാസമായി ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാതെയാണ് സെന്റർ പ്രവർത്തിക്കുന്നതെന്ന് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകിയ ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ പറഞ്ഞു. മന്ത്രിയുടെ മണ്ഡലമാണിത്. കോഴിക്കോട് കോർപ്പറേഷനിലെ 7 ഡിവിഷനുകളിൽ 7 ഭരിക്കുന്നത് ഭരണകക്ഷിയായ LDF CPM ആണ്. ഇതിലൊരു സംശയം കൂടി ഞങ്ങൾക്കുണ്ട്. സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള LDFന്റെ ഒരു ശ്രമമാണോ ഇങ്ങനെ ഡോക്ടർമാരെയും നഴ്സുമാരെയും വെക്കാത്തതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്.
അതിനൊരു അന്വേഷണം ആദ്യം നടത്തണം. ഇതുകൊണ്ടാണോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? പനി വ്യാപകമായി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനമില്ലാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. രാജേഷ് അച്ചാറമ്പത്ത്, CS ഡസീസ്, കെ റാണേഷ്, മനാഫ് മൂപ്പൻ, KC ബാബു, ടി രാജലക്ഷ്മി, N ബ്രിജേഷ്, CT ഹാരിസ്, M ഷെറി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ ആഗസ്റ്റ് 1-ാം തീയതിക്ക് മുൻപേ ഡോക്ടറെയും നഴ്സുമാരെയും നിയമിക്കാമെന്നും ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമാക്കാമെന്നും നൽകിയ ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയപാതയിൽ പയ്യോളി ഭാഗത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരെയും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെയും ചേർത്ത് പ്രത്യേക യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. പയ്യോളി മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. പയ്യോളി വടകര ഭാഗത്ത് ദേശീയപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പയ്യോളി മുനിസിപ്പാലിറ്റി ഓഫീസിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പയ്യോളി നഗരസഭ, തിക്കോടി, മൂടാടി ഗ്രാമപഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറെടുത്ത വഗാഡ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും പ്രത്യേകം യോഗം ചേരുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഓവുചാൽ സംബന്ധിച്ച പ്രശ്നമാണ് യോഗം ചർച്ച ചെയ്യുക. ദേശീയപാത വീതി കൂട്ടിയപ്പോൾ നിർമ്മിച്ച ഓവുചാൽ നേരത്തെയുള്ള ഓവുചാലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, അലൈൻമെന്റ് ശരിയായ രീതിയിലാണോ എന്നീ കാര്യങ്ങളൊക്കെ എഞ്ചിനീയർമാരുടെ യോഗം പരിശോധിക്കും. ദേശീയപാത വികസന പദ്ധതി ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും പങ്കാളികളായുള്ള പദ്ധതിയാണെന്നും അതിന് നാഥനില്ലാത്ത അവസ്ഥയില്ലെന്നും കളക്ടർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ജനങ്ങൾ എതിർത്താൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. യോഗത്തിൽ തിക്കോടി, മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഡെപ്യൂട്ടി കളക്ടർ ഷാമിൻ സെബാസ്റ്റ്യൻ, ദേശീയപാത അതോറിറ്റി, വഗാഡ് കമ്പനി ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലയക്കോട്ട് N കൃഷ്ണൻ നായർക്ക്. EMS സ്മാരക സഹകരണ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ മുൻ MLAയും സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനുമായ കോലിയക്കോട് N കൃഷ്ണൻ നായർക്ക് കോഴിക്കോട് EMS സ്മാരക സഹകരണ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. സ്വീകരണ പരിപാടി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് സഹകരണ പ്രസ്ഥാനത്തിന്റെ പങ്ക് സ്തുത്യർഹമാണെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരവികസനം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. മുൻ MLAയും സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗവുമായ KK ലതിക അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം NK രാമചന്ദ്രൻ, കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ, കോഴിക്കോട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TP ശ്രീധരൻ, കോളേജ് പ്ലാനിംഗ് ഫോറം പ്രതിനിധി ഷിഹാം C, അനൂപ് കുമാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ AV ശശികുമാർ, കോളേജ് പ്രിൻസിപ്പൽ ബിന്ദു PK തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LIC പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള ഡിവിഷൻ
27ാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് നടന്നു. AIIPA ജനറൽ സെക്രട്ടറി M. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LIC ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ താൽപര്യങ്ങൾക്കെതിരായി ഇൻഷുറൻസ് മേഖലയിൽ കൂടുതൽ പരിഷ്കരണ നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെയും IRDAയുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് LIC പെൻഷനേഴ്സ് അസോസിയേഷന്റെ 27ാം വാർഷിക സമ്മേളനം. LIC പെൻഷൻകാർ ദീർഘകാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നും സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. LIC എന്നുള്ള സ്ഥാപനം നിലവിൽ വന്നതിന് ശേഷം അതിന്റെ പ്രവർത്തനം ഒരു ഘട്ടത്തിൽ പോലും പുറകോട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അളവുകൾ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാലും അത് മോശമാണെന്ന് പറയാൻ ഭരണാധികാരികൾക്ക് പോലും കഴിയില്ല. എന്നിട്ടും ഇന്ത്യൻ ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. ആ മേഖലയിലേക്ക് വിദേശ കമ്പനികളുടെ ഉൾപ്പെടെ പങ്കാളിത്തമുള്ള സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം കൊടുത്തു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിക്കപ്പെട്ടത്? ആരാണ് ഇന്ത്യയിലേക്ക് ഈ സ്വകാര്യ കമ്പനികൾക്ക് ഇൻഷുറൻസ് മേഖല പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തത്? അങ്ങനെ LIC വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ആ മേഖലയിലേക്ക് സ്വകാര്യ കമ്പനികളെ കൊണ്ടുവന്നത് ഇന്ത്യയിൽ നടപ്പാക്കി നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? അത് നമ്മുടെ അനുഭവമല്ലേ? കോഴിക്കോട് സരോജ് ഭവനിൽ നടന്ന 27ാം വാർഷിക സമ്മേളനം AIIPA ജനറൽ സെക്രട്ടറി M. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LIC PA പ്രസിഡന്റ് KB രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് TV വേണുഗോപാലൻ, NFI FWI ഡിവിഷണൽ സെക്രട്ടറി PS അനീഷ്, MJ ശ്രീറാം, PP കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഹാരവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ PK ശശിധരൻ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കലാകാരന്മാരെ സംരക്ഷിക്കാനുള്ള കർത്തവ്യം കോൺഗ്രസിൽ നിക്ഷിപ്തമെന്ന് ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ്. സംഘടനയുടെ സംസ്ഥാന യോഗവും ഉമ്മൻചാണ്ടി അനുസ്മരണവും തൃശൂരിൽ നടന്നു. ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃയോഗവും ഉമ്മൻചാണ്ടി അനുസ്മരണവും തൃശൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ബിനേഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ സംരക്ഷിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും എന്നും കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിട്ടുണ്ടെന്നും അത് ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യൂസ് മഞ്ഞപ്ര അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അബു കുമാളി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഫ്സൽ പത്തനംതിട്ട, സംസ്ഥാന കോർഡിനേറ്റർ രാജേഷ് ബാബു കോഴിക്കോട്, സംസ്ഥാന ഭാരവാഹികളായ ഹിമഗിരി, ജില്ലാ പ്രസിഡന്റുമാരായ അർജുൻ പത്തനംതിട്ട തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന നേതൃത്വ സംഗമവും ഓണാഘോഷവും വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. കുട്ടികൾക്ക് പൊതുബോധം നൽകി മടവൂർ UP സ്കൂൾ. സ്കൂളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അതേപോലെ പൂർത്തിയാക്കിയാണ് ഇലക്ഷൻ നടന്നത്. പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അതേ ആവേശത്തിലായിരുന്നു മത്സരാർത്ഥികളും അണികളും രംഗത്തിറങ്ങിയത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി, സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്കായി 5 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ നിന്നും 23 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തിറങ്ങി. പുസ്തകം, സൈക്കിൾ, ആന, കത്രിക, ബലൂൺ, പഴം, ആപ്പിൾ, തീവണ്ടി തുടങ്ങിയ വിവിധ ചിഹ്നങ്ങളായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് നൽകിയത്. സ്കൂൾ രജിസ്റ്ററിൽ പേരുള്ള 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സമ്മതിദാനാവകാശമുണ്ടായിരുന്നത്. വിജ്ഞാപനം, പത്രിക സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തുടങ്ങിയ ഘട്ടങ്ങളായാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രചരണ പരിപാടികളും സ്ഥാനാർത്ഥികളും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംവാദ പരിപാടിയും മത്സരാവേശമുണർത്തി.
വിദ്യാർത്ഥികളൊക്കെ തന്നെ വളരെയധികം ആവശ്യത്തിലാകുന്നത്. സ്ഥാനാർത്ഥികൾ അതിനേക്കാൾ ഉപരി ആവശ്യത്തിലാണ്. എല്ലാവരും നല്ല വോട്ട് കൊടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനാധിപത്യപരമായിട്ട് നോമിനേഷൻ കൊടുത്തുകൊണ്ട് പിൻവലിക്കുന്ന തലവലി കഴിഞ്ഞുകൊണ്ട് തീർത്തും ഒരു ഇലക്ഷനിലേക്ക് വന്ന ഒരു സാഹചര്യമാണ്. വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, ബൂത്ത് ഏജന്റ്, സെക്യൂരിറ്റി ഓഫീസർ തുടങ്ങിയ ചുമതലകൾ നിർവഹിച്ചത്. വോട്ടർ അകത്തെത്തിയാൽ പോളിംഗ് ബൂത്തിനകത്ത് പോളിംഗ് ഏജന്റുമാരും ഉദ്യോഗസ്ഥരും റെഡി. തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒത്തുനോക്കിയ ശേഷമാണ് വോട്ടറുടെ വിരലിൽ മഷി പുരട്ടിയത്. തുടർന്ന് വോട്ട് ചെയ്യാൻ മെഷീനിനടുത്തേക്ക്. അവിടെ സജ്ജീകരിച്ച മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും. ഇഷ്ട സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടണിൽ വിരൽ അമർത്തിയാൽ ബീപ്പ് ശബ്ദം കേൾക്കാം. 95% വിദ്യാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 10:30 ആരംഭിച്ച വോട്ടിംഗ് വൈകുന്നേരം 4 മണിക്ക് അവസാനിച്ചു. തുടർന്ന് ഫലപ്രഖ്യാപനവും നടന്നു. പൊതു തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അതേപടി നടപ്പാക്കി തെരഞ്ഞെടുപ്പ് രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞെന്ന് പ്രധാനാധ്യാപിക വി ഷക്കീല പറഞ്ഞു. തികച്ചും ജനാധിപത്യ രീതിയിലുള്ള ഒരു പാർലമെന്റ് ഇലക്ഷനാണ് നടക്കുന്നത്. 4 മേഖലകളിലേക്കായി. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. സ്നേഹപൂർവ്വം ചിത്രചേച്ചിക്ക് ഗാനമേള ജൂലൈ 27 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. യുവഗായിക അക്ഷര വിശ്വനാഥാണ് പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് പാട്ടുകളിലൂടെ ആദരം അർപ്പിക്കുന്നത്. ഒരു പ്രോഗ്രാം നമ്മൾ ഒരുപാട് പബ്ലിക് ഇമേജസ് റോട്ടറിനെ കുറിച്ച് പബ്ലിക്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് റോട്ടറി എന്നും ആ റോട്ടറി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് സമൂഹത്തിന് ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റോട്ടറിയുടെ പബ്ലിക് ഇമേജസ് പ്രോഗ്രാംസ് ഒത്തിരി നടത്താറുണ്ട്. നമ്മൾ അന്നൊരു 15 മുതൽ 20 വരെ പ്രോഗ്രാം അന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പീഡിയാട്രിക്, കാർഡിയക് സർജറി, ബ്രേസ് സർജറി, മിംസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്ററാക്ട് സർജറി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗത്തിൽപ്പെട്ട ഒരു പ്രോഗ്രാം അടുത്ത ഈ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ 27 ജൂലൈയിൽ നമ്മൾ ഒരു സ്നേഹപൂർവ്വം ചിത്രചേച്ചിക്കുന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട റോട്ടറി കാലിക്കറ്റ് സിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 27 വൈകിട്ട് 5:30 ടൗൺ ഹാളിൽ യുവഗായിക അക്ഷര വിശ്വനാഥ് സ്നേഹപൂർവ്വം ചിത്രചേച്ചിക്ക് എന്ന ഗാനപരിപാടി അവതരിപ്പിക്കും. തോട്ടത്തിലെ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് റോട്ടറി കാലിക്കറ്റ് സിറ്റി പ്രസിഡന്റ് സജി നരിക്കോടൻസ്, പ്രോഗ്രാം ഡയറക്ടർ K ജയപ്രശാന്ത് ബാബു എന്നിവർ പറഞ്ഞു. ജൂലൈ 27 എന്നുവെച്ചാൽ അടുത്ത സാറ്റർഡേ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ചിത്രചേച്ചിയുടെ ബർത്ത്ഡേ ദിനത്തിൽ സ്നേഹപൂർവ്വം ചിത്രചേച്ചിക്ക് എന്നൊരു ഗാനോപഹാരമാണ് നമ്മൾ അന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഈവനിംഗ് ആണ് പരിപാടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ സഞ്ചരിക്കുന്ന ജ്വല്ലറിയായ പറക്കം ജ്വല്ലറിയിൽ ഇനി ബോച്ചെ ടീയും. ജ്വല്ലറിയിലെ ടീയുടെ വിൽപ്പന ബോച്ചെ ഉദ്ഘാടനം ചെയ്തു. കൊടുവള്ളിയിൽ നടന്ന ചടങ്ങിൽ ദേശീയ പുരസ്കാരം നേടിയ ഗായിക നഞ്ചിയമ്മയെ ആദരിച്ചു. ബോബി ഗ്രൂപ്പിന്റെ സഞ്ചരിക്കുന്ന ജ്വല്ലറിയായ പറക്കും ജ്വല്ലറിയിൽ ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾക്ക് പുറമെ ഇനി ബോച്ചെ ടീയും ഉണ്ടാകും. പറക്കും ജ്വല്ലറിയിലെ ടീയുടെ വിൽപ്പന ബോച്ചെ ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുണ്ട്. ഇപ്പോൾ സിൽവർ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ലൈറ്റ് വെയിറ്റ് സിൽവർ ഒക്കെ അതിന്റെ സംഭവങ്ങളുണ്ട്. കൊടുവള്ളിയിൽ നടന്ന ചടങ്ങിൽ ദേശീയ പുരസ്കാരം നേടിയ ഗായിക നഞ്ചിയമ്മയെ ബോച്ചെ ആദരിച്ചു. ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെ കോച്ചെ ഇതേ നമ്മുടെ നഞ്ചിയമ്മയെ ആദരിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അമ്മ. കൊടുവള്ളി നഗരസഭ ചെയർമാൻ അബ്ദു വെള്ളറ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PTA ലത്തീഫ്, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ, കൊടുവള്ളി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു. ഓഗസ്റ്റ് വരെ കൊടുവള്ളിയിൽ പറക്കും ജ്വല്ലറിയുടെ സേവനം ലഭ്യമാകും. തുടർന്ന് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ജ്വല്ലറി എത്തും. ബോച്ചെ ടീ ലക്കി ഡ്രോയിലൂടെ ഭാഗ്യവാന്മാർക്ക് ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നൽകുന്നുണ്ട്. ദിവസേന ആയിരക്കണക്കിന് ക്യാഷ് പ്രൈസുകളുമുണ്ട്. 25 കോടി രൂപയാണ് ബമ്പർ സമ്മാനം. ബോച്ചെ ടീ ഫ്രാഞ്ചൈസി സ്റ്റോറുകളിൽ നിന്നും 40 രൂപയുടെ ബോച്ചെ ടീ വാങ്ങുമ്പോൾ സൗജന്യമായി ലക്കി ഡ്രോ ടിക്കറ്റ് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com
തണ്ണീർപന്തൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചേവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ കൃഷിയിറക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PV ബിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K സജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിതിൻ M, INTUC ബ്ലോക്ക് പ്രസിഡന്റ് അഷ്റഫ് ചേലാട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ P ആനന്ദൻ, PK ജെറീർ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റും PVS സൺറൈസ് ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഫൈബ്രോ സ്കാൻ, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഗ്യാസ്ട്രോ, ഓർത്തോ, ENT, പീഡിയാട്രിക്, ഡയറ്റീഷ്യൻ എന്നീ വിഭാഗങ്ങളിൽ 150ഓളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. PVS സൺറൈസ് MD ഡോക്ടർ ജയകിഷ് ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി, വർക്കിംഗ് ചെയർമാൻ സക്കറിയ പള്ളിക്കണ്ടി, ഭാരവാഹികളായ P അനിൽ ബാബു, സണ്ണി ജോസഫ്, CEO സജു ജേക്കബ് എന്നിവരും സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് നിർവഹിച്ചു. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും വൈകുന്നേരം നടന്നുവരുന്ന കർക്കിടക മാസ ഭഗവതി സേവ ഭക്തി നിർഭരമാണ്. രാമായണ മാസമായ കർക്കിടകത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം തളി ബ്രാഹ്മണ സമൂഹത്തിൽ വെച്ച് ഭഗവതി സേവ നടന്നു വരുന്നുണ്ട്. സന്ധ്യാസമയത്ത് നടന്ന ഭഗവതി സേവയ്ക്ക് ബ്രഹ്മശ്രീ രാഹുൽ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. വിഘ്നേശ്വര പൂജയോടുകൂടി സന്ധ്യാസമയത്ത് ആരംഭിക്കുന്ന ഭഗവതി സേവാ കർമ്മത്തിൽ ലളിത സഹസ്രനാമം, ലളിതാത്രിശതി, അഷ്ടോത്തരാർച്ചന, നമസ്കാരം, ദേവി മാഹാത്മ്യ പാരായണം, ദീപാരാധന എന്നിവ നടന്നു. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലാഭവിഹിതം സഹകാരികൾക്ക് നൽകി. ലാഭവിഹിത വിതരണ പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ വിദ്യാഭ്യാസ വായ്പ നൽകുവാൻ സൗകര്യം ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് നൌഷാദ് പന്നൂർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സജീദത്ത്, വൈസ് പ്രസിഡന്റ് VK അബ്ദുറഹിമാൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM രാധാകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വഹീദ കയ്യളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബീച്ച് ആശുപത്രിയിലെ പീഡന കേസിലെ പ്രതികൾക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ബേപ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും മരുന്നുമില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. ദേശീയപാതയിൽ പയ്യോളി ഭാഗത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട്ട് N കൃഷ്ണൻ നായർക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.